നമസ്കാരം. കേരളത്തിലെ ധനപ്രതിസന്ധി പരിഹരിക്കാൻ 5 നിർണായക നീക്കങ്ങളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനുമാണ് നിർണായക പരിഷ്കാരങ്ങളുമായി മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിപ്പുറപ്പെട്ടത്. പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ 5 പരിഷ്കാരങ്ങളും നടപ്പിലാക്കുക. സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2.0, ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സമഗ്ര അസറ്റ് രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംവിധാനം എന്നിവയാണ് നടപ്പിലാക്കുന്നത്. സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ പോർട്ടലിൽ ലഭ്യമാക്കും. ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്ര സാമഗ്രികൾ എന്നിവ ഉൾപ്പെടുത്തും. പ്ലാൻ സ്പേസ് 2.0യിൽ വിവിധ വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളും ജിയോ ടാഗ് ചെയ്യും. ഇതിനായി GIS അധിഷ്ഠിത പ്രൊജക്ട് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലം, ഏജൻസികൾ, അനുമതി നൽകുന്ന അധികാരികൾ, ഫണ്ടിൻ്റെ സ്രോതസ്, നിർമ്മാണ ഘട്ടങ്ങൾ എന്നിവയെല്ലാം പ്രൊജക്ട് രജിസ്റ്ററിലുണ്ടാകും. ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സമഗ്ര അസറ്റ് രജിസ്ട്രിയാണ് മൂന്നാമത്തേത്. സർക്കാരിന് കീഴിൽ 591 സ്ഥാപനങ്ങളുണ്ട്. 19,000 കോടിയോളം രൂപയാണ് ഇവയുടെ ശമ്പള ഇനത്തിൽ ചെലവാകുന്നത്. ഈ സ്ഥാപനങ്ങളിൽ പലതും ലക്ഷ്യം കൈവരിച്ച ശേഷവും പ്രവർത്തനം തുടരുകയാണ്. ഇവയുടെ പ്രവർത്തനം സമഗ്രമായി വിലയിരുത്തുകയും ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യും. കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതിയാണ് നാലാമത്തേത്. കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്ത് ഭേദഗതി വരുത്തും. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംവിധാനമാണ് അഞ്ചാമത്തേത്. സംരംഭകർക്ക് കേരള സർക്കാരുമായുള്ള ഇടപാടുകൾ ലളിതമാക്കുന്നതിനായി നിയമങ്ങളും ചട്ടങ്ങളും ആധുനികവൽക്കരിക്കുന്ന സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണിത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി സേവന നടപടികൾ കൂടുതൽ ലളിതമാക്കുകയാണ് ചെയ്യുന്നത്. ഖജനാവിലെ പണം നിലനിർത്താൻ ചോർച്ച തടയേണ്ടത് അത്യാവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യമായിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കടം വാങ്ങി മുടിയുന്ന ഘട്ടത്തിലും ഖജനാവ് ചോർച്ച തടയാൻ സത്വര നടപടികൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആവിഷ്കരിക്കുന്നതും.